മെല്ലെ മെല്ലെ അതിലെടുത്തിട്ട്. അല്ല ഇതിപ്പോ എന്താണ് ഇത്? നിന്ന് വട്ടം ചവിട്ടാ മാറി മാറിക്കണം. അതിലെടുത്തിട്ട്. ഈശ്വര, ഈ ആത്മാവിന് കൂട്ടായിരിക്കണേ. അയ്യോ എന്തത്? ഈശ്വര, വെള്ളത്തിൽ ഓക്സിജൻ ഉണ്ടായിരിക്കണേ. എന്തോ രാസപ്രവർത്തനമാണെന്ന് തോന്നുന്നില്ല. രാസപ്രവർത്തനമല്ല സാർ, രാഘവന്റെ പ്രവർത്തനമാണ്. രാഘവനാ? ആ, ഉടനെ കെട്ടഴിച്ചില്ലെങ്കിൽ ചത്തുപോ സാർ. അയ്യോ, ജൈവോളം ജൈവോളം. എനിക്ക് നീന്തൽ അറിഞ്ഞുകൂടാ സാറേ. എനിക്ക് നീന്തൽ അറിഞ്ഞൂടാ. കഷ്ടകാലത്തിന് കുടുക്കു വീണേക്കാം. ഇങ്ങോട്ട് നോക്കിയേ. രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടോ റാസ്കൽ? വേറെ ആരെങ്കിലും ചാടാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? സൂര്യനും ചാടാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് സാർ. അവൻ രക്ഷപ്പെടാൻ അനുവദിക്കരുത് സാർ. സാറേ, അവൻ ചത്തു. ജൈവവളമല്ല, എന്റെ മുടി നന്നായിട്ട് വളർന്നോട്ടെ. അടുത്തത് ചെസ്റ്റ് നമ്പർ 66 സുഗുണൻ. സാറേ, അവൻ മതിൽ ചാടാൻ പോകണം. നിങ്ങളൊക്കെ ആരാ? അതിപ്പം മനസ്സിലാക്കി തരാടാ ബ്രോ. ഗുഡ് ക്യാച്ച്. അതേടാ ബ്രോ, ഗുഡ് ക്യാച്ച്. ചുരുട്ടി എടുക്കണോനെ. ഇതിനാണ് പോലീസ് വലവരിച്ചെന്ന് നല്ല വേദനയുണ്ടല്ലേ? വല്ല കാര്യമുണ്ടോ? എന്തേടാ, എന്തേ പറ്റി? ആ, ഒരു വീഡിയോ ഫിലിമിൽ അഭിനയിക്കാൻ പോയതാ. ഇടിച്ചു മൂക്കിന്റെ പാലം തകർച്ചു. ജയിലാശുപത്രിയിൽ പുതുക്കിപ്പണിയാൻ കൊണ്ടുപോവാ. ഈ പാലം പൊളിച്ചതാരാ? സൂപ്രണ്ട് ഉണ്ണിക്കുട്ടൻ. കോരങ്ങണ്ടിയിൽ പൂമാരി കിട്ടിയ പോലെയാ സംഭവങ്ങള്. തലയ്ക്ക് സ്ഥിരയില്ലാത്തതിനൊക്കെ പിടിച്ച് സൂപ്രണ്ടാക്കിയാലേ ഇങ്ങനെ ഇരിക്കും. ഞാൻ സൂപ്രണ്ടായിരിക്കുമ്പോ ഇവിടെ കിടന്ന ആളാന്നോടാ. പോലീസ് കണ്ടോടാ. സാറേ, പതുക്കി ഇടിക്കാൻ നിന്നോട് പറഞ്ഞു തരണം. എനിക്ക് പതുക്കടിക്കാൻ അറിയില്ല. അയ്യോ, ഞാൻ മറന്നുപോയതാ. എനിക്ക് വേദനിക്കുന്നു. നിനക്ക് വേദനിക്കുമല്ലടാ, ഇതുപോലെ തന്നെ മറ്റുള്ളവർക്കും. നീ കാരണം ഇപ്പൊ മൂന്നാമത്തെ ആളല്ലടാ ആശുപത്രി പോയത്. മനഃപൂർവ്വം അല്ല ഗോപിയേട്ടാ. അല്ല സാറേ, ഈ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇടിക്കൽ നിർത്താൻ പറ്റണല്ലേ? എന്തൊരു കാര്യമാണിത്? എന്റെ ഗോപി സാറേ, ഈ കഴുതയല്ലാതെ വേറെ ആരും കിട്ടിയില്ലേ സാറിന് സൂപ്രണ്ടാക്കാൻ? കേക്കടാ, ഈ ജയിലിൽ ജനിച്ചു വളർന്നു എന്ന് പറഞ്ഞ് സാർ ആവശ്യമില്ലാത്ത ഒരുപാട് പരിഗണന ഇവന് കൊടുക്കുന്നുണ്ട്. അതിന്റെ ഫലമാണ് ഈ കാണുന്നതൊക്കെ. ഈ ചെറിയ സാറിന് എപ്പോഴും എന്നെ ചൊറിയണ ഒരു രസാ. ഞാൻ കാല് പിടിച്ചിട്ട് എനിക്ക് വേഷം കിട്ടിയത്. എനിക്ക് ഇങ്ങനെയൊക്കെ പോലീസ് ആവാൻ പറ്റുള്ളൂ. സാറ് ഒന്നും കാര്യമാക്കണ്ടാ. പേ വാക്കിന് പൊട്ടച്ചെവി. അല്ലല്ല, ഞാൻ ഇനി പതുക്കി അടിക്കുള്ളൂ. നമുക്ക് ഒന്നിനും തുടങ്ങാം. അതിന് നിനക്കടിക്കാൻ ആരാടാ വരാൻ പോകുന്നു? സാറൊന്ന് കുനിഞ്ഞ ഞാൻ സോറി. രമേശേ, എടവാടാ. എടാ, എന്നെ ഇടിച്ചോടാ. അവനൊന്ന് ഇറങ്ങി കിട്ടിയത് ബാക്കി ഞാൻ ഇടിച്ചോടാ. രമേശ്, എടവാടാ. ഒന്ന് പോടപ്പാ, അല്ലെങ്കിൽ തന്നെ എനിക്ക് ഇപ്പൊ തന്നെ ശരിക്കും മൂത്രം പോലില്ല. തൊരപ്പാ, എടവാടാ. കേട്ടില്ലടാ, ഉച്ചക്ക് മീൻ തല തരാന്ന്. നീന്തലേ, എനിക്ക് എന്റെ തല മതി. നിന്നെ പേടിച്ച് നീ ഒരുത്തനും വരാൻ പോണില്ല. അമ്മാതിരി ഇടിയല്ലടാ നീ ഇടിച്ച്. ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം, ഫൈറ്റ് സീൻ നമുക്ക് പിന്നെ എടുക്കാം. ഇപ്പൊ ഡയലോഗ് പോർഷൻ നോക്കാം. ആദ്യം ആ സീനിങ് കൊണ്ടുപോടാ.
സാറാണ് ഈ ഡയലോഗ് എഴുതിയത്. ആ, വേറൊന്നും തോന്നരുത് കേട്ടോ, ഡയലോഗിന് പഞ്ച് പോരാട്ടോ. എന്താടാ? അല്ല ഈ കാക്കി യൂണിഫോം ഒക്കെ ഇട്ടിട്ടെ ഒരു ഉച്ചിഷ്ട അമേദിയൊക്കെ കൂടി കൂട്ടിക്കൊഴിച്ചിട്ട് ഷിറ്റ് പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ ചില സിനിമയിലൊക്കെ പോലെ. എടാ സിനിമയിൽ വിവരമില്ലാത്തവന്മാരങ്ങനെ പലതും എഴുതി വെക്കും. അതെ. എന്നെ അതിന് കിട്ടത്തില്ല. നീ തൽക്കാലം ഞാൻ പറയുന്ന പോലെ അങ്ങോട്ട് ചെയ്തേച്ചാ മതി. ശ്ശോ, അതല്ല സാറേ, ഒരു ഉദാഹരണത്തിന് ഇപ്പോ കാക്കിയിട്ടവരെ തൊട്ടാൽ തനിക്ക് നോവില്ല. ഇപ്പൊ സാർ ഞെട്ടില്ലേ ഡയലോഗ് കേട്ടപ്പോ? അതുപോലെ എല്ലാവരും ഞെട്ടണം സാർ. അതുപോലത്തെ ഒരു 5-6 ഇങ്ങോട്ട് വിട്. എടാ നീ ആ ഫൈറ്റ് സീനോ കൊളവാക്കി. ഇതിലെങ്കിലും നീ ഒന്ന് കൈട്ട് വരാതിരിക്കാവോ? ശ്ശോ, ഒരു ചാൻസ് ഇട്ടിട്ട് നമുക്കൊന്നും അങ്ങോട്ട് ചെയ്യാൻ പറ്റണില്ലെന്നേ. ഞാനങ്ങോട്ട് ചെയ്താലോ? വേണ്ട. ഇത് കൊള്ളാവുന്ന ലക്ഷണം കേട്ടോ സാറേ. ഗോപിനാഥൻ താനെന്താണോ തടവ് പുള്ളിയായിട്ടാണോ? എപ്പോഴും യൂണിഫോമിലല്ലേ സാർ, ഇതൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞാനിപ്പോ സൂപ്പറണ്ടാണ് സാർ. മിണ്ടാ നിക്കണം. പ്രിസനേഴ്സിനുള്ള അവയർനെസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിതിന് സാങ്ഷൻ തന്നത്. ആ വീഡിയോ ഫിലിം എന്നെ കാണിച്ചിട്ടേ പ്രദർശിപ്പിക്കാവൂ. ഓക്കെ സാർ. എന്താ വീഡിയോ ഫിലിമിന്റെ പേര്? സാർ അത് ജയിൽ പൂക്കൾ. ജയിൽ പൂക്കൾ. ഇവന്മാരുടെ കയ്യിരിപ്പ് വെച്ച് പൂക്കളെന്നൊക്കെ പേരിടാൻ പറ്റുള്ളൂ. സാറേ ഞാൻ വേറൊരു പേര് പറഞ്ഞ തടവറയിലെ കമ്പികൾ. പക്ഷേ ഗോപി സാർ സമ്മതിക്കുന്നില്ലെന്നേ. ആളുകൾ വേറെന്തെങ്കിലും പ്രതീക്ഷിക്കുന്നു വിചാരിച്ചിട്ട് അല്ലേ സാർ? മിണ്ടാ അങ്ങോട്ട് മാറി നിക്കടാ. അവൻ പറയട്ടോ. പറയടാ. ഇനി ഒന്നും പറയാനില്ല. കൂടുതൽ എന്തെങ്കിലും പറഞ്ഞാ പിന്നെ പറയാനുണ്ടാവില്ലേ. പക്ഷെ ഈ ആവിഷ്കാര സാന്ദ്രം ഇവിടെ കുറച്ച് കുറവാണ് കേട്ടോ സാറേ. അല്ലേ? ഇവനിതൊക്കെ അറിയോ? പിന്നെ മൂത്രപ്പരയില് ഒളിക്യാമറ വെച്ചാനല്ലേ ഇവനകത്തായത്. ബേസ്റ്റ് ക്യാമറമാനാ സാറേ. പക്ഷെ ഒറ്റ കുഴപ്പമുള്ളൂ, ഇവൻ എങ്ങനെ ക്യാമറ വെച്ചാലും കഴുത്തിന് താഴേക്കേ വരുള്ളൂ. അതുകൊണ്ട് എന്താ ഞങ്ങൾക്ക് തല കുത്തി കിടന്ന് മരിച്ചവനിക്കല്ലേ. മേലിൽ ഇതുപോലൊരു കേസ് കൊണ്ട് നിന്നെ ഇവിടെ കണ്ടുപോരുത്. നിന്റെ ഭാര്യയ്ക്കോ സഹോദരിക്കോ ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ എന്തായിരിക്കൂടാ? സാറേ ഇവൻ ആദ്യം ഒളിക്യാമറ വെച്ചത് ഇവന്റെ ഭാര്യയുടെ കുളിമുറിയില്ല. കഷ്ടകാലത്തിന് ഭാര്യയ്ക്ക് വരെ ഇവന്റെ അമ്മൂമ്മേനെ കുളിക്കാൻ വന്നത്. കാക്കയ്ക്ക് വെച്ചത് ഗണപതിക്ക്. അല്ല സാറേ, ഗണപതിക്ക് വെച്ചത് കാക്കയ്ക്കാണോ കാക്കയ്ക്ക് വെച്ചത് ഗണപതിക്കാണോ? ആർക്കാ സാർ ആദ്യം വെക്കണം? കൊന്നു വെച്ചിട്ട് മിണ്ടായിരടാ. ശരി, നിങ്ങളുടെ കാര്യങ്ങൾ നടക്കട്ടെ. എന്നാ പിന്നെ നമുക്ക് തുടങ്ങിയാലോടാ. ഓക്കെ സാറേ. എടാ ആരെങ്കിലും പോണോടാ. സാറേ ബെല്ലടിച്ചു. എന്നാ പിന്നെ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് സാറേ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒപ്പനയാണ് കളിക്കാൻ പോണേ. വട്ടത്തിലേക്കുണ്ടല്ലോ. എന്റെ വാദപ്രതിവാദം എപ്പോഴാണ് സാറേ? എനിക്ക് ചൂടെടുത്തിട്ട് പാടില്ല. കേക്ക് കഴിയട്ടടാ. പോയി ഭക്ഷണം കഴിച്ചിട്ട് വേടാ. ആരും വേഷമൊന്നും മാറണ്ട. ശരിയാ. ഞാനത് ഇനി ഓരണ ഗോപിയേട്ടാ. അല്ല സാറേ, ലൈഫ് ലോങ് ഇത് തന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്താലോ? സാർ വേണമെങ്കിൽ ഇതും കണ്ടിന്യൂ ചെയ്തുവോ? അഴിച്ചുവിട് സാറേ, അഴിച്ചുവിട്. അവൻ തലയിലോട്ട് കയറി കൊണ്ട് നിരങ്ങട്ടെ. ഡാടാ നിങ്ങൾക്ക് കിച്ചൺ ഡ്യൂട്ടി അല്ലേ? എന്നാ പോയി ഭക്ഷണം എടുത്തോണ്ട് പോവാ. ആ ഫീമെയിൽ ബ്ലോക്കിൽ കൊണ്ട് കൊടുക്കണ്ടേ? ഡാടാ വക്കീല് സൂപ്പറോടും ഒക്കെ പോടാ. ഇങ്ങനെയല്ലേ സൂപ്പറിനെ പോടാന്ന് വിളിക്കാൻ പറ്റുള്ളൂ. ജിന്റെ ഒക്കെ നാളെ മുട്ടനാടെന്ന് പറഞ്ഞ ഇയാളെ വെട്ടിയാലോ നമുക്ക്? എഴുതി ഇനി MT ആകാൻ പോവല്ലേ. ചേട്ടാ ഇത് ഒറിജിനൽ പഴമല്ലേ? അല്ലടാ, ഞാൻ രാവിലെ എഴുന്നേറ്റ് ഉണ്ടാക്കിയതാ. അതല്ല, ഇത് ഓർഗാനിക് ആണോന്ന് ചോദിച്ചതാ. എന്താ? അല്ല ഇത് കഴിച്ചാ ഓർഗൻസ് അടിച്ചു പോവില്ല. ആ ഓർഗാനിക്കേ. അതൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ കട്ടോണ്ട് വന്നാ. എടക്കള്ള എന്താടാ ഇവിടെ ആരാ ദോശ വെച്ചേ? പേപ്പർ ശരിയല്ല, പൈസ എടുക്കണോ? താങ്ക് യു സർ. ശരി, കളക്ഷൻ ഇന്ന് വളരെ മോശമാണല്ലോടൂ. സ്വാമി ശരണയ്യപ്പ. തറവാട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം? എന്ത് വിശേഷം? ഇപ്പൊ എവിടെയല്ലേ? നാട്ടില്. ഇങ്ങോട്ട് വരില്ല? ഇല്ലായിട്ട് ഒരു രസമില്ല, ഭയങ്കര ബോറടി. കേസൊന്നും ഒത്തു വന്നില്ല സ്വാമി. പലതും ട്രൈ ചെയ്യണുണ്ട്. ഇപ്പൊ എവിടെയാ നിക്കണേ? ഇവിടെ ടൗണില്. ആ പരിസരത്ത് ഇപ്പൊ എന്തൊക്കെയാ നടക്കണേ? ഇവിടെ ഒരാൾ ദോശ ഓടുന്നുണ്ട്. അത് വേണ്ട. പിന്നെ ഇവിടെ ട്രാഫിക്കിൽ ഒരു SI കൈക്കൂലി വാങ്ങുന്നുണ്ട്. അയാളെ കരണക്കുറ്റി നോക്കി എന്നാണ് കൊടുക്ക്. ബാക്കിയുമ്പോ വന്നിട്ട് നോക്കാം. ഞാനില്ല ഇവിടെ. ഓക്കേ. സാറേ കള്ളു കുടിച്ച് വണ്ടി ഓടിക്കണതിന് എത്ര കൈക്കൂലി? കള്ളു കുടിച്ച് വണ്ടി ഓടിക്കുന്നതിന് എത്ര കൈക്കൂലി ഒതുക്കിയ സാറേ. ഞാൻ പറഞ്ഞേ. ഒറ്റയടി പോലീസുകാരന്
3-4 പേരെ ആശുപത്രിയിലാക്കി ഒരു പടക്കക്കടം കത്തിച്ചു. പിന്നെ പോലീസുകാരനെ തല്ലിയതുകൊണ്ട് കേസിന് ബലം കൂടി. 2 വർഷം തടവ്. പിന്നെ വേറെ കുറെ ആൾക്കാരെ കൈയും കാലം പിടിച്ച് സെൻട്രൽ ജയിലിലെത്തി. ഇപ്പോഴൊരു സമാധാനം. എന്തായാലും ഒരു കാര്യത്തിലേക്ക് വലിയ സന്തോഷമുണ്ട്. ഇത്രയും കാലത്തിനിടയ്ക്ക് എനിക്ക് ആദ്യമായിട്ടാ അച്ഛന്റെ 10 നമ്പർ കിട്ടണം. വേറൊരു സംഭവം അറിയൂ, നമ്മുടെ മെറഡോണ, സച്ചിൻ, മെസ്സി ഒക്കെ 10 നമ്പറാ. ഇപ്പൊ എനിക്ക് കിട്ടിയ 10 നമ്പർ. ജയിൽ പുള്ളികളാ, കളിക്കാരാണോ? ഒരു പണിയില്ലാണ്ട കളിച്ച് നടക്കുന്ന ആൾക്കാരെ പേര് പറഞ്ഞ മേലെ കയറിയാലുണ്ടല്ലോ. ഇയാള് ഏത് ലോകത്താണാവോ? താൻ ലോകകപ്പൊന്നും കണ്ടിട്ടില്ലേ? ഞാൻ ലോകകപ്പ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അയ്യേ, അതറിയില്ലേ? ആൾക്കാർ ലോകകപ്പെന്നും പറഞ്ഞ് ടിവിയുടെ മുമ്പിൽ കുത്തിയിരിക്കുമ്പോഴാണല്ലോ ഇവരൊക്കെ നൈറ്റ് ഡ്യൂട്ടിക്ക് ഇറങ്ങണത്. പോലീസ് പിടിച്ചില്ലെങ്കിൽ ലോകകപ്പ്, പിടിച്ചാൽ ലോക്കപ്പ്. ആ ഉണ്ണിക്കുട്ടാ, ഓ നമ്മുടെ സദാശിവം റിലീസായിട്ടോ? ഓ അതെയാ, ആള് പെട്ടു. അല്ല കാതർക്ക, നിക്കാഹിന്റെ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ? എല്ലാം അറിഞ്ഞടാ. നിക്കാഹ് കഴിഞ്ഞ രാത്രി തന്നെ എന്റെ മോള് പുതിയാപ്പിളോട് എല്ലാം തുറന്നു പറഞ്ഞു. ഓ നല്ലവനാടാ, പോകുന്നതിന് മുമ്പ് എന്നെ കാണാൻ വന്നു. അത് നന്നായി. അപ്പൊ ആ കാര്യത്തിന് സമാധാനായി. സമയേ പിണങ്ങല്ലേ, ഒന്നും ഇങ്ങോട്ട് വാ. എന്ത് പിണക്കടോ? നമ്മുടെ ബ്ലോക്കിൽ പുതിയ അഡ്മിഷൻ എന്തെങ്കിലും വന്നാ? 2-3 വന്നിട്ടുണ്ട്. ഹൗസ്ഫുൾ ബോർഡ് വെച്ച് പറഞ്ഞേക്കാൻ പറ്റാത്ത ഇവിടെ മാത്രമാണല്ലോ. പുതിയ അഡ്മിഷനാ ഷിബു. അടിപിടിയേ? അടിയില്ല, പിടി മാത്രമേ ഉള്ളൂ. ബസ്സിലൊരു പെണ്ണിനെ കയറി പിടിച്ചു, അതും മഫ്തിയിലുള്ള വനിതാ പോലീസിനെ. നടയടിയും സൈനപ്രതിഷ്ഠൊക്കെ കഴിഞ്ഞോ? ഓ അതൊക്കെ കഴിഞ്ഞ് 5-ാം ബ്ലോക്കിന്റെ വക വെടിവഴിപാടും ഉണ്ടായിരുന്നു. ഇവിടെ വാ, മേസ്തിരിന്ന് കാണട്ടെ. ഇതെന്താണ് ഗോതമ്പിന്റെ ഷഡ്ഡിയ? എന്റെ ഭാവനയിൽ ഉരിഞ്ഞതാണ് ചേട്ടാ, അല്ല വിരിഞ്ഞതാണ് ചേട്ടാ. മനസ്സിൽ മുഴുവൻ ഷെഡിയായിട്ട് നടക്കുക. സ്ത്രീകളും കുട്ടികളും ദ്രോഹിക്കുന്ന ആൾക്കാരെ എനിക്ക് വെറുപ്പാ. തന്നെ നീ മെസ്സിലോ ബസ്സിലോ കണ്ടുപോരും. മനസ്സിലായോ? അയാളുടെ ഒന്നും വാങ്ങണ്ട. ഓക്കെ, ഈ പറഞ്ഞോട് മാത്രം. അത് സൈമൺ. എന്താ ആളുടെ കേസ്? ഫേമസ് പാർട്ടിയാ. കോളേജ് പഠിക്കുമ്പോൾ തന്നെ കൂമ്പൊടിഞ്ഞ്. രാഷ്ട്രീയ കൊലപാതകം. കോടതി ലൈഫ് അടിച്ച് കൈ കൊടുത്ത് ജീവപര്യന്താ. ഭാഗ്യവാൻ. ഇനി 14 വർഷം ഇതിനകത്ത് അടിച്ചു പിടിച്ച് കഴിഞ്ഞൂടെ? അതിനൊക്കെ ഉണ്ടല്ലോ ഒരു യോഗം വേണം. ശരിക്കും കിട്ടണേ 2 ജീവപര്യന്തം കിട്ടണം. ഭയങ്കര ഹാപ്പി ആയിട്ട് നടക്കാലോ. എന്റെ പൊന്നോ, ഈ ലോകത്ത് ഇവന് മാത്രം ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. എന്നോട് കളിച്ച് ഊതിക്കൊലിഞ്ഞ്. പിന്നെ പുതിയ ആൾക്കാർ ശ്രദ്ധയ്ക്ക്, സീനിയേഴ്സിനെ ബഹുമാനിച്ചു പോയങ്ങൊക്കെ കൂടെ ജീവിച്ചു പോവാ. അല്ലൊക്കെ ഞാനൊക്കെ ഭയങ്കര കച്ചറയാ. മനസ്സിലായോ? ഞങ്ങളെല്ലാരും. പിന്നെ ഈ മുളകിനെ ഞെട്ടിപ്പോക്കാൻ എന്തിനാ കത്തി? ചെടിന്ന് കൈകൊണ്ടല്ലേ പൊട്ടിക്കിന്? കത്തി താഴ. എന്റെ അച്ഛനാ പറഞ്ഞേ. ആരാടാ കിരീടം കളിക്കുന്നത്? ഒന്നുമില്ല, കടുകരിനെ കത്തി ചോദിച്ചാ കിട്ടി. എന്റെ ശ്രീ പരമേശ്വര, കാത്തുരക്ഷിക്കണേ. ഇന്നും സന്തോഷകരമായ ഒരു ജീവിതം ഉണ്ടാവാൻ അനുഗ്രഹിക്കണേ. എന്നും അമ്പലത്തിൽ പോകുമോ? രാവിലെ ഒരു പ്രാർത്ഥന പതിവാ. അത് സന്തോഷം വന്നാലും സങ്കടം വന്നാലും. സൈമൺ വേണമെങ്കിൽ ചർച്ചക്ക് അവിടെ ഉണ്ട് കേട്ടാ. കോളേജിൽ ക്ലാസ് എടുക്കാൻ പോവാ? ലൈബ്രറിയിൽ നിന്ന് ബുക്ക് എടുത്തതാ. ഓഹോ, പുസ്തകമാണല്ലേ. അല്ല, താനൊന്നും വായിക്കാറില്ലേ? ഞാനോ? എനിക്ക് ഭയങ്കര വായനശീല. കണ്ണി കണ്ട എല്ലാ ബോർഡും വായിക്കും. ഇവിടെ പാർക്ക് ചെയ്യരുത്, പുകവലി പാടില്ല, അന്യർക്ക് പ്രവേശനമില്ല, ആരും അന്യരല്ല, തള്ളുക തുറക്കുക, അങ്ങനെ എല്ലാം വായിക്കും. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അടിപിടിക്കിടയിൽ ഒരാള് അറിയാണ്ട് തട്ടിപ്പോവും. അല്ലെങ്കിൽ നമ്മുടെ ജീവൻ രക്ഷിക്കാൻ നോക്കുമ്പോ ഒരാൾ തട്ടിപ്പോവും. അതൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷേ രാഷ്ട്രീയത്തിന്റെ പേരില് ഒരാളെ കൊല്ലാൻ എങ്ങനെ സാധിക്കണേ? ചോദിച്ചു കുഴപ്പമായ. രാത്രി ഉറക്കത്തിൽ ഇയാൾ എന്നെ കൊല്ലൂ. ഞാൻ കിടക്കുന്നിടത്ത് സാമിയെ കിടത്താം, സാമി കിടക്കുന്നിടത്ത് ഞാൻ കിടക്കാം. ഇനി ഇയാള് സാമിനെ കൊല്ലാനാണ് പ്ലാൻ ചെയ്തേക്കണെങ്കിലോ? എന്റെ ഉറക്കം പോയി. ഒന്നുകൂടി പ്രാർത്ഥിച്ചേക്കാം. 7-ാം ബ്ലോക്കിൽ പുതിയൊരു തെണ്ടി വന്നിട്ടുണ്ടല്ലോ. പാവപ്പെട്ട ഒരു പെങ്കൊച്ചിനെ റേപ്പ് ചെയ്തിട്ട് കമ്പി കുത്തി കയറ്റിയ തെണ്ടി. ഇവനൊക്കെ സർക്കാർ ചെലവിൽ എന്തിനാ സാറേ തീറ്റി പോറ്റനെ? പിടിച്ചുപാടെ ഇവന്റെ ഒക്കെ ടാപ്പിങ്ങിനെ മുറിച്ചെടുത്തിട്ട് പട്ടിക്കിട്ട് കൊടുക്കണം. എന്നിട്ട് കൈ പെണ്ണും കിട്ടി തൂക്കിക്കൊള്ളണം. ശരിയാടാ, ഇവനൊക്കെ ഇവിടെ കിടന്ന് തിന്നുന്ന തീറ്റയില് ആ പാവം പിടിച്ച പെങ്കൊച്ചിന്റെ വീട്ടുകാർ കരം കൊടുക്കുന്ന കാശും കൊടുക്കണം. ഞാനെങ്ങാനായിരിക്കണം ജഡ്ജി? അതെങ്ങനെയാ? എറിയാൻ അറിയാവുന്നവന്റെ കയ്യിൽ വടി കൊടുക്കൂ? ഗൾഫിലൊക്കെ ആണെങ്കിണ്ടല്ല, ആളാരാന്ന് പോലും നോക്കില്ല, അപ്പൊ തന്നെ നല്ല കുട്ടികളെ. ആ നിയമം ഇവിടെയും കൊണ്ടുവരണം. എന്നാൽ ഇവിടെ പെൺകുട്ടികൾക്ക് മാനം മര്യാദയായിട്ട് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അതിനിവിടെ കൊടും കുറ്റവാളികളുടെ മനുഷ്യാവകാശം പറയാനല്ലേ ആളുള്ളത്. ടാപ്പ് ഓൺ ചെയ്തേ. അതെ, ബൈപ്പാസ് ചെയ്ത് ബ്ലോക്ക് മാറ്റിയുണ്ട് കേട്ടാ. കണ്ടാ? ഓക്കെ. ഓക്കെ. പിന്നെ ഒന്ന് ഞാൻ പറഞ്ഞേക്കാം,
വൃത്തിയായിട്ട ക്രിമിനൽസിനെ ഇതിനകത്ത് കുത്തി ഇറക്കാനാണ് പരിപാടിയെങ്കിൽ ഞാൻ ഇനി ഇതിനകത്ത് താമസിക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ സമാധാനമായിട്ട് പുറത്ത് ജീവിച്ചോളാം. ഡോക്ടർ പോ. ഇത് ഡോക്ടറല്ല, പ്ലംബർ. പൊന്നമ്മ സാറേ, എന്താടാ? എന്റെ അമ്മ വീട്ടില് വിരുന്നുകാരുമില്ലേ? മറ്റേ കക്ഷി ഇവിടെ പോയി. അവര് റിലീസായി പോയി. എന്റെ അമ്മയുടെ ആത്മാവ് ഇപ്പോഴും അതിനകത്ത് ഉണ്ടാവില്ല സാറേ. മാഡം, പുതിയൊരു അഡ്മിഷൻ വന്നിട്ടുണ്ട്. മയക്കുമരുന്ന് കേസാ.